അയ്യോ, സാർ ഇതുവരെ റെഡി ആയില്ലേ? എന്താ സാർ ഇത്? ഞാനേ റെഡി ആയിക്കോളാം. അല്ല, താനെന്താ പോകത്തെ? ആ, എനിക്ക് കുറച്ച് ജോലി കൂടി ഉണ്ടായിരുന്നു. എല്ലാവർക്കും ചൂടുവെള്ളം എടുത്ത് വെക്കണം. ഏത് സാറിന് ജീരക വെള്ളം റെഡിയാക്കണം. എടൂ, അതിനൊക്കെ അവിടെ പാചകക്കാരില്ലേ? അവരോട് പറഞ്ഞാൽ നടക്കില്ലേ? അതിനിപ്പോ എന്താ കുഴപ്പം? ഞാൻ സ്ഥിരം ചെയ്യാറുള്ള കാര്യം ഞാൻ തന്നെ ചെയ്തോട്ടെ. ആ, അതെ, തന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വെറുതെ അല്ല, അവരെല്ലാരും കൂടെ തന്നെ എടുത്തിട്ട് ചവിട്ടി കൂട്ടുന്നത്. അതെ, സാറിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ഇപ്പൊ ചെന്നിട്ടേ ആ ഫ്ലെക്സ് അവിടെ നിന്ന് മാറ്റാമോ? നമ്മുടെ ഫോട്ടോ ഉള്ള ആ ഫ്ലെക്സ് അത് അവിടെ നിന്ന് മാറ്റിയാലേ എനിക്ക് ഇവിടെ ഇരിക്കാനൊരു സമാധാനമുള്ളൂ. ചെയ്യുമോ സാർ? ആദ്യേ ഈ സാറ് വിളി മാറ്റിയിട്ട് വിളിക്കേണ്ടതുപോലെ വിളിച്ചിട്ട് ചോദിക്കേണ്ട പോലെ ചോദിക്കുക. അത് ആ ഫ്ലെക്സ് ഒന്ന് മാറ്റുമോ സാർ? ഏട്ടാ. സാറേട്ടനാ? അല്ല, വെറും ഏട്ടാ. ആ, അതെ, ഇത്രയൊക്കെ സ്നേഹത്തോടെ ഏട്ടാന്ന് വിളിച്ച് ചോദിച്ചതല്ലേ, അതുകൊണ്ട് ഒരു കാരണവശാലും നടക്കില്ല. കണ്ടു അത് അവിടെ ഇരിക്കട്ടെ എന്നെ നന്ദിനി. ഒരു 100 ചോദ്യങ്ങള് മുഖത്ത് നോക്കി ചോദിക്കുന്നതിന് പകരം അങ്ങനെ ഒരു സാധനം അവിടെ ഇരുന്നാ മതി. അതെന്തായാലും എല്ലാരും കണ്ടില്ലേ? എടോ, ഇനിയിപ്പോ താൻ എന്റെ ടെൻഷൻ ഒന്ന് വിട്ടേക്ക്. അതവിടെ ഇരിക്കട്ടെ. അതെ, പത്മ ഇൻഡസ്ട്രീസിന്റെ സിഇഒ നന്ദിനി സൂര്യ ആരാണെന്ന് എല്ലാവരും ഒന്ന് ശരിക്കും അറിയട്ടോ. അത് സാർ, ഇനി മിണ്ടിപ്പോരുത്. എത്രയും പെട്ടെന്ന് ഡ്രസ് ചേഞ്ച് ചെയ്ത് ഓഡിറ്റോറിയത്തിലേക്ക് വാ. അതിന് ഞാനെന്തിനാ ചേഞ്ച് ചെയ്യുന്നേ? പിന്നെ ചേഞ്ച് ചെയ്യാതെ? അതെ, ഈ ഡ്രസ്സ് നിന്നിട്ട് ഓഡിറ്റോറിയത്തിൽ വരാൻ ഞാൻ സമ്മതിക്കില്ല. അല്ലെങ്കിൽ ഞാൻ എടുത്തുതരാം. ഇതിട്ടാ മതി. ഇതോ? ഞാനോ? അയ്യേ. ഹലോ, അതെ, അത്ര അത്ഭുതത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇതോ? ഞാനോ? അത്ര മതി കേട്ടാ. അയ്യോ, വേണ്ട സർ. ഞാൻ വേണമെങ്കിൽ വേറെ സാരി എടുത്തിട്ട്. വേണ്ട 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 വേണ്ട. ആ, കുറച്ച് സമയം എടുത്തോ, പക്ഷേ നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി അവിടെ ഒന്ന് ഇറങ്ങണം. സർ സർ സർ, അടുത്ത ഫംഗ്ഷന് ഞാനിതിട്ടോളാം. അടുത്തിനി ഏതാ ഫംഗ്ഷൻ? വേറെ ഏതെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ? അതില്ല. എന്നാലേ ഈ കാര്യത്തിന് മാറ്റമില്ല. ഇതിട്ടാ മതി. പിടിച്ചങ്ങോട്ട് ഓ. ഏട്ടാ. എന്തോ? എന്താ മോളെ? ഏട്ടൻ സമ്മതിച്ചാ ഞാനിത്. ഏട്ടൻ സമ്മതിക്കില്ലല്ലോ. അതാണല്ലോ ഏട്ടന്റെ ഒരു പ്രത്യേകത. ഏതാ? ആ, മര്യാദക്ക് വേഷം മാറിയിട്ട് വടി വേണേ. ആ, വേവാ. ഏത് സമയം ബിസിനസ് ആണോ ഇവന്? ഇന്ന് ഇവന്റെ നിശ്ചയമാണെന്ന് ഇവനെ ഓർപ്പിക്കേണ്ടി വരുമോ?